ചിന്തപ്പൻ കപ്പുമായിട്ട് പുറത്തേക്ക് വരുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ മനുഷ്യൻ വിജയിക്കില്ലെന്ന് കൂടെയുണ്ടായിരുന്ന 24 മത്സരാർത്ഥികളും ഒരേപോലെ പറഞ്ഞപ്പോൾ, മാത്രമല്ല ബിഗ് ബോസിന്റെ ഷോ നടത്തുന്നവരും ജിൻഡോ വിന്നറാവാൻ പാടില്ല എന്ന് പറഞ്ഞ് പലതും പ്രവർത്തിച്ചപ്പോഴും പ്രേക്ഷകർ തീരുമാനിച്ചിരുന്നു പ്രേക്ഷകരുടെ ശക്തി ഒരിക്കൽ കൂടി തെളിയിക്കേണ്ട സമയമായിരിക്കുന്നുവെന്ന്. മിക്ക സീസണുകളിലും പ്രേക്ഷകർ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ കളിക്കുന്ന ആളുകളെയോ പിന്തള്ളി ബിഗ് ബോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിന്നസ്ഥാനം കൊടുക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തവണ ജാസ്മിനെയാണ് ബിഗ് ബോസ് വിന്നറാക്കാൻ തീരുമാനിച്ചു വെച്ചിരുന്നത്. അതിനു മാത്രം PR വർക്ക്സും നമ്മൾ കണ്ടതാണ്. എല്ലാ തെറ്റുകളെയും ന്യായീകരിക്കുന്നത് ഏത് മത്സരാർത്ഥിയുടേതാണോ ആ മത്സരാർത്ഥിയുടേത് വെറും PR എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ പ്രേക്ഷകർക്കും ഉണ്ട്. എന്നാൽ ഇത്തവണ അത് നടക്കാതെ വന്നപ്പോൾ അർജുനെ മുന്നിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമവും നടത്തിയിരുന്നു. അതും സംഭവിക്കാതെ പ്രേക്ഷകർ തന്നെ വിന്നറായിരിക്കുകയാണ് ഇത്തവണയും. 1ാം സ്ഥാനത്തിന് ഈ 5 പേരിൽ ഏറ്റവും കൂടുതൽ അർഹൻ ജിൻഡോ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. അർജുൻ ഒരു നല്ല വ്യക്തിയാണ്. 2nd പൊസിഷനിൽ വന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ജിൻഡോയെക്കാട്ടിലും എനിക്ക് കുറച്ച് കൂടുതൽ സ്നേഹം അർജുനോടായിരുന്നു. കാരണം അർജുൻ്റെ ഒരു സ്വഭാവത്തിൽ കാണുന്ന കുറേ നല്ല കാര്യങ്ങളായിരുന്നു ആ ഒരു സപ്പോർട്ടിന് കാരണമായി തീർന്നത്. പക്ഷേ ഒരിക്കലും 1ാം സ്ഥാനത്തിന് അർഹനാണെന്ന് തോന്നിയിട്ടില്ല. അർഹമായ സ്ഥാനം തന്നെയാണ് അർജുന് ലഭിച്ചിരിക്കുന്നത്, 2ാം സ്ഥാനം. എന്നാൽ ജിൻഡോ അങ്ങനെയല്ല. ആദ്യം മുതൽ അവസാനം വരെ എല്ലാ രീതിയിലും കോണ്ടന്റ് വാരി വിതറി ബിഗ് ബോസിനെ താങ്ങി നിർത്തിയ ഒരു മനുഷ്യനെന്ന് തന്നെ പറയാം. അതുമാത്രമല്ല, അവിടെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും കേട്ടിട്ടുള്ളത് ജിൻഡോ തന്നെയാണ്. ജിൻഡോയെ അപമാനിക്കുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് ജാസ്മിനാണ്. ഇത്രയും റെസ്പെക്റ്റ് ഇല്ലാത്ത ആ ഒരു മനുഷ്യനോട് ഒരു ബഹുമാനമില്ലാത്ത, സംസാരത്തിൽ ഒട്ടും മാന്യത പുലർത്താത്ത ഇത്രയും തരം താണ ഒരു മത്സരാർത്ഥി ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇതിലും ഒരുപടി താഴെയാണ് റിയാസ് സലീം പോലും ചെയ്തിട്ടുള്ളതെന്ന് തോന്നിപ്പോവുകയാണ്. എന്തായാലും വയസ്സിൻ്റെ ഒരു പിൻബലത്തിൽ 23 വയസ്സല്ലേ ഉള്ളൂ എന്ന പിൻബലത്തിൽ എല്ലാ തെറ്റുകളെയും ന്യായീകരിക്കാൻ കുറച്ച് PR ടീംസ് ഉണ്ടായിരുന്നതുകൊണ്ട് എന്തായാലും ഫൈനൽ 5-ൽ കയറി. മാത്രമല്ല ഷോ ഡയറക്ടർക്കും ജാസ്മിൻ വിന്നറാവാനായിരുന്നു താല്പര്യം. പക്ഷെ പ്രേക്ഷകർ അതങ്ങ് പൊളിച്ചു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ജിൻഡോ കപ്പെടുക്കുന്നത് പ്രേക്ഷകരുടെ വിജയമാണ്. എല്ലാ തരത്തിലും പ്രേക്ഷകരെ മാനിക്കാത്ത ഒരു ക്രൂ മെമ്പേഴ്സാണ് ബിഗ് ബോസ് കൺട്രോൾ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇത്തവണയും സംഭവിച്ചത്. പക്ഷേ പ്രേക്ഷകർ ഒന്നിച്ചു നിന്നപ്പോൾ ഇവരുടെ ഈ കളികളൊന്നും തന്നെ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്തായാലും ഇത് പ്രേക്ഷകരുടെ വിജയമാണ്. ജിൻഡോയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെ അർജുനും നല്ല ആശംസകളുണ്ട്. കാരണം അർജുനും ഫൈനൽ 5 ഡിസേർവിംഗ് ആയിട്ടുള്ള ആളായിരുന്നു. കാരണം എല്ലാ രീതിയിലും നെഗറ്റീവ് മാത്രമല്ല കോണ്ടൻറ്റ്, പോസിറ്റീവായിട്ടും കോണ്ടൻറ്റ് നൽകുകയും വിജയത്തിലെത്തുകയും ചെയ്യാം എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് അർജുൻ. അഭിഷേക് ബിഗ് ബോസ് ഹൗസിലെ ഫൈനൽ 5-ൽ എത്തിച്ചേർന്നത് ഫിസിക്കൽ ടാസ്കുകളിലെ മിന്നും പ്രകടനങ്ങൾ കാരണമാണ്. ടിക്കറ്റ് ഫിനാലെ ജയിച്ചത് അഭിഷേകായിരുന്നു. പക്ഷെ ഒരിക്കലും വിന്നറാവാനുള്ള ഒരു കോണ്ടന്റ് നൽകിയിട്ടില്ല. പക്ഷേ 3rd പൊസിഷൻ കിട്ടേണ്ടിയിരുന്നു എന്ന് തോന്നുന്നു. കാരണം 3rd പൊസിഷനിൽ അഭിഷേകും 4th പൊസിഷനിൽ ഋഷിയും 5th പൊസിഷനിൽ ജാസ്മിനുമായിരുന്നു കൃത്യമായി വരേണ്ടിയിരുന്നത്. പക്ഷെ അറിയാമല്ലോ, PRും അതേപോലെ തന്നെ ബിഗ് ബോസിലെ തന്നെ ആൾക്കാരുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ട് എന്തായാലും 3ാം സ്ഥാനം വരെ എത്തിക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ ജാസ്മിനെ. ഇത്തവണത്തെ ഒരു വിന്നറാവാൻ എന്തുകൊണ്ടും യോഗ്യത അത് ജിൻഡോ തന്നെയാണ്. പ്രേക്ഷകർ ജിൻഡോയ്ക്ക് അത് നേടിക്കൊടുത്തിരിക്കുകയാണ്. വിന്നറായ ജിൻഡോയ്ക്കും 2ാം സ്ഥാനത്തെത്തിയ അർജുനും 3ാം സ്ഥാനത്തെത്തിയ ജാസ്മിനും 4ാം സ്ഥാനത്തെത്തിയ അഭിഷേകിനും 5ാം സ്ഥാനത്തെത്തിയ ഋഷിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു മഴവിൽ മീഡിയ. മഴവിൽ മീഡിയ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മഴവിൽ മീഡിയയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും അതേപോലെ സ്നേഹവും ഒക്കെ മഴവിൽ മീഡിയ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.